നമസ്കാരമുണ്ട് കൂട്ടുകാരെ. സൗദിയിലെ ട്രാവൽ വിശേഷത്തിൻ്റെ ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഇത് തായിഫ് എന്ന് പറയുന്ന സ്ഥലമാണ് കൂട്ടുകാരെ. ഇനി ഇവിടുന്ന് 10-70 കിലോമീറ്റർ ഉണ്ട് തായിഫ്. എന്നാൽ വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു സ്ഥലമാണിത്. രണ്ട് സൈഡിലും വലിയ വലിയ മലകളാണ് കൂട്ടുകാരെ. അതുമാത്രമല്ല, ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇവിടെ ആൾക്കാർ മക്കയിലേക്ക് മദീനയിലേക്ക് പോകുന്നവരൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. നല്ല കണ്ണിന് ഇഷ്ടമുള്ള സ്ഥലമാണ്. രണ്ട് സൈഡിലും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, വലിയ വലിയ മലകളാണ്. അത് മാത്രമല്ല, താഴ്ന്ന പ്രദേശമാണ് ഇവിടെ. കൂടുതലും മഴയൊക്കെ പെയ്യാറുണ്ട് കേട്ടോ. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ രാത്രി ഇതിലേക്കൂടെ പോയപ്പം വലിയ മഴയായിരുന്നു. മഴയത്ത് ഈ റോഡിൽ കൂടെ പോകാൻ വലിയ പാടാണ്. എന്നിട്ട് നമ്മൾ വലിയ മഴയൊക്കെ ആണെങ്കിൽ വണ്ടിയൊക്കെ പിന്നെ ഒതുക്കും. കാര്യം വലിയ വെള്ള ഒഴുക്കുകളൊക്കെ ആയിരിക്കും. മലയുടെ മുകളിൽ നിന്നും വലുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല. പിന്നെ അത് മാത്രമല്ല, വലിയ വലിയ ആലിപ്പഴവും ഇതിലെ കൂടെ മഴ പെയ്യുമ്പം ആലിപ്പഴമൊക്കെ വീഴാറുണ്ട്. ഈ താഴ്ന്ന പ്രദേശമായിട്ട് മഴ അങ്ങനെ പെയ്യും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇത് ഈ കൃഷിക്ക് നല്ല അനുയോജ്യമായ സ്ഥലമാണ്. ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിലൊക്കെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ പാടങ്ങൾ കൃഷിക്കായിട്ട് അവർ റെഡിയാക്കിയിട്ടിരിക്കുന്നു. ചിലതിലൊക്കെ പാലക്കുകളും അങ്ങനെ ഗോപികളും അങ്ങനെ പലതും അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒത്തിരി ഇവിടെ ഈ തായിഫിൽ ഫ്രൂട്ട്സ് ഒത്തിരി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് പറ്റിയ സ്ഥലമാണ്. രണ്ട് മലകൾക്കിടയിലും ചെറിയ ചെറിയ പച്ചപ്പുകളുണ്ട് കൂട്ടുകാർ. നമ്മൾ അത് കാണാൻ നല്ല രസമാണ്. ഈ ചെറിയ ചെറിയ കൃഷി സ്ഥലങ്ങളൊക്കെ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ റോഡ് സൂപ്പറാണ്. 3 വരി പാതയുണ്ട്. പിന്നെ കുറച്ച് മുകളിലോട്ട് ചെല്ലുമ്പോൾ അവിടെ പിന്നെ സിംഗിൾ റോഡുകളൊക്കെയാണ്, 2 വരി പാതയാണ്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇച്ചിരി പാടാണ് ഈ ലോഡുമായിട്ട് കയറി പോകുമ്പോൾ. കാര്യം കൂടുതൽ ഈ തായിഫിൻ്റെ ഏരിയ കയറ്റമാണ്. ഒരു 19 കിലോമീറ്റർ നമ്മൾ ഇവിടുന്ന് ജിദ്ദയിൽ റിയാദിലോട്ട് പോകുമ്പോൾ കൂടുതലും കയറ്റമാണ്. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ലെഫ്റ്റ് സൈഡിലൊക്കെ എത്ര വലുപ്പം ഉയരം കൂടിയ മലകളാണ്. ഇതിനിടെ ഇടയിൽ കൂടെയാണ് ഈ റോഡിങ്ങനെ പോയിരിക്കുന്നത്. അതുപോലെ ഈ തായിഫ് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെയൊക്കെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ട്. താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഇച്ചിരി തണുത്ത പ്രദേശമാണ്. സൗദിയിൽ മൊത്തം നല്ല ചൂടാണെങ്കിലും ഇവിടെ ചൂട് ഇച്ചിരി കുറവായിരിക്കും. അതുകൊണ്ട് ഇവിടെയൊക്കെ ഒത്തിരി ആൾക്കാർ ഈ തായിഫിലൊക്കെ താമസിക്കുന്നുണ്ട്. ഇവിടെ നിർത്താം. ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട്, മങ്കീസ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് വിചാരിച്ചു. ഈ പർവ്വതത്തിൽ നിന്ന് ഈ വലിയ മലകളിലൊക്കെയാണ് അവർ താമസിക്കുന്നത് കേട്ടോ. പക്ഷെ നമ്മുടെ വണ്ടിക്കകത്ത് കയറി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. വളരെ സൂക്ഷിക്കണം. കിച്ചണൊക്കെ തുറന്ന് വെള്ളമൊക്കെ കുടിക്കും. പിന്നെ കിച്ചൺ തുറന്നിരിക്കുകയാണെങ്കിൽ അവന്മാർ കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. ഞാൻ ഇവിടെ വരുമ്പോൾ ഇടയ്ക്കൊക്കെ റൊട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കൊടുക്കും. വേണ്ട കുറേ എണ്ണമൊക്കെ ഇരിപ്പുണ്ട്. പഴമൊക്കെ ഇവന്മാർക്ക് വലിയ ഇഷ്ടമാണ്. വേണ്ട ഒരു വണ്ടി നിർത്തിയിട്ട് ഞാൻ ഏതാണ്ട് കൊടുക്കുന്നുണ്ട് ഭക്ഷണം. ഇത് എന്നാ മങ്കിയാണെന്ന് അറിയാൻ പോയല്ലോ. എല്ലാം ഭയങ്കര സ്ട്രോങ് മങ്കികളാണ് കേട്ടോ. ഏതാണ്ടൊക്കെ പറക്കി തിന്നുന്നു. ഓക്കെ, കുറെ ഒരു തള്ളമങ്കി ഇരിപ്പുണ്ട് കേട്ടോ. വേണ്ട ബ്രെഡ് കഴിക്കുക, ബ്രെഡ്. കുറേ എണ്ണം വരുന്നുണ്ട് കൂട്ടുകാർ. വേണ്ട കുറേ എണ്ണം. ഞാൻ കുറച്ച് ബ്രെഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് വല്ലം കൊടുത്താൽ അടി കൂടും, അതാണ് പ്രശ്നം. എടുത്തോണ്ട് പോകുന്നുണ്ട്. ബ്രെഡൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാം കൊടുത്താൽ പിന്നെ ഇതൊക്കെ അടി കൂടും. എടുത്തോ എല്ലാം കൂടെ ഇപ്പോൾ കൂട്ടത്തോടെ വരുന്നുണ്ട്. എന്നാ ഇത്രയേ ഉള്ളൂ. പകുതി ബ്രെഡ് മുറിച്ച് കൊടുത്തു. എന്തോ ഇത് വലിയ സാധനങ്ങളാണ്. ഒരു കുഞ്ഞൂടുണ്ട് കേട്ടോ. വേണ്ട, അതിനകത്തൊരു കുഞ്ഞു കുട്ടിയിരിക്കുന്നു. ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുന്നുണ്ടോ. ക്യാരറ്റ് കൊടുക്കുക കേട്ടോ. ക്യാരറ്റും തിന്നുന്നുണ്ട്. വേണ്ട, ക്യാരറ്റൊക്കെ കടിച്ചു പറിച്ചിരുന്നു. ഇവൻ വലിയവൻ മൊത്തം എടുത്തുകൊണ്ട് കയ്യിലൊക്കെ വെച്ചിരിക്കുക ബ്രെഡ്. അവനെല്ലാം കൂടെ കൈ വെച്ചിരിക്കുക കേട്ടോ. കൈ വെച്ചോണ്ട് എവിടെയോ എടുത്തോണ്ട് പോവാ. ഇറക്കിനെയും ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കാനായിരിക്കും. കൊച്ചിനോട് കൊടുക്കടാ. നമ്മുടെ കിച്ചൻ തുറന്ന പോലെ എടുത്തോണ്ട് കണ്ടത് കൊച്ചൊക്കെ ആയിട്ടിരിക്കുന്നത്. കിച്ചൻ അവിടെ കുറേ എണ്ണം ഇരിക്കും. അപ്പോൾ പോവാ. ഓക്കെ ബായ്, പിന്നെ കാണാം. അവിടെ നിർത്തി കൂട്ടുകാരെ ബ്രെഡ് കൊടുത്തില്ല. അവൻ എന്തോ തുറന്നിട്ടുണ്ട്. ഇനി ഇറങ്ങി നോക്കണം. വേണ്ട, കിച്ചൻ്റെ സൈഡിൽ ആ ഡ്രോയിമാർ തുറന്നു വെച്ചിട്ടുണ്ട്. വണ്ടി നിർത്തണം.
ഇവിടുന്ന് അവന്മാർ ഇറങ്ങി വരുന്നത് കേട്ടോ, ഈ വലിയ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആണ് നമ്മുടെ പൈപ്പൊക്കെ തുറന്ന്, എന്തോ ചെയ്യാനാ, പൈപ്പും എൻ്റെ തലേജയൊക്കെ തുറന്ന് കണ്ടോ. ഞാൻ ഫ്രണ്ടിലെ ഗ്ലാസ് തുറന്നാണ് ഇതെല്ലാം കൊടുത്തത്. അപ്പോഴത്തേനും അവന്മാർ ഇതെല്ലാം വലിച്ചിട്ട് തലേജയൊക്കെ തുറന്ന് ഇറങ്ങി നോക്കിയത് കാര്യമേ. അതുകൊണ്ട് ഇതൊക്കെ അവിടെ ക്ലിപ്പിട്ട് വെച്ച സാധനമൊക്കെ മങ്കികൾ തുറന്ന് കൂട്ടുകാരെ. കണ്ടോ, വെള്ളമൊക്കെ ആവശ്യത്തിന് കുടിച്ച് തുറന്നിട്ടേക്കാം ഇതെല്ലാം. അപ്പോൾ ഇതുങ്ങൾക്കൊക്കെ ഇവിടുത്തെ ഡ്രൈവർമാരൊക്കെ കൂടുതൽ ആഹാരം കൊടുക്കും, നിർത്തി റൊട്ടിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. ഇറങ്ങി നോക്കിയത് കാര്യമായി, അല്ല ഇന്ന് വാട്ടർ മൊത്തം ലീക്കായി പോയേന്. എന്തുവായാലും അതുങ്ങൾ വെള്ളം കുടിച്ചല്ലോ. ഈ സ്ഥലങ്ങളൊക്കെ അൽ കബീറാണ്. ഇവിടെ അൽ കബീർ, ഇവിടെയൊക്കെ കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കൂട്ടുകാർ. ഇവിടെയൊക്കെ കൂടുതൽ റെസിഡൻസ് ഏരിയയും മാർക്കറ്റും ഷോപ്പിംഗ് സെൻറ്ററും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ അതുപോലെ മാർക്കറ്റും ഇവിടെ കടകളൊക്കെ ഉണ്ട്. ഇട സൈഡിലൊക്കെ ഈ തുണികളിലെയും അതുപോലെ പല ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ട്. ഈ ആൾക്കാരൊക്കെ കൂടുതൽ ഇവിടെ വന്ന് സാധനം മേടിക്കുന്നത്. മക്ക മദീനയിലൊക്കെ പോകുമ്പോൾ ഇവിടെ ഇറങ്ങി ഈ സ്ഥലമൊക്കെ കണ്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഇന്നത്തെ ട്രാവൽ വിശേഷം തായിഫിൻ്റെ. ഇനി അങ്ങോട്ട് രണ്ട് വരി പാതയാണ്. ഇനി 2 ലൈൻ ആയതുകൊണ്ട് ഇനി ട്രക്കിന് ഓവർടേക്കിംഗ് ഒന്നും നടക്കത്തില്ല. ഇങ്ങനെ ലൈൻ പിടിച്ച് കയറ്റത്ത് കയറി പോകണം. അപ്പോൾ ഓക്കെ, പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.